ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സ്റ്റാൻഡേർഡ് 10 ന്യൂ SCERTയിലെ ഫസ്റ്റ് ലെസൺ ജീവൻ്റെ ജനിതകം. ഈ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അത് കണ്ടതിന് ശേഷം വേണം ഈ ഭാഗത്തേക്ക് വരാൻ. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് നമ്മുടെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചാപ്റ്ററിൻ്റെ പേര് ജീവൻ്റെ ജനിതകം. ജീവൻ്റെ ജനിതകം ജനിതക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ലെസണാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പാർട്ട് 2 നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തിനെക്കുറിച്ചായിരുന്നു? അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇന്ന് സസ്യങ്ങളുടെ ഭാഗവുമായി ബന്ധപ്പെട്ടാണ്. അതായത് പൂന്തോട്ടത്തിലെ ജനിതക ശാസ്ത്രം എന്ന ഏരിയയാണ്. അപ്പോൾ ഈ ഒരു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് tRNA കുറിച്ച്, mRNA കുറിച്ച്, RRNA കുറിച്ചൊക്കെയാണ്. പിന്നീട് ഇങ്ങോട്ട് പാരമ്പര്യം എന്താണ്, അതുപോലെ തന്നെ വ്യതിയാനങ്ങൾ, ഹെറിഡിറ്റിയെക്കുറിച്ചും വേരിയേഷൻസിനെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വരെയാണ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഇന്ന് സെക്കൻഡ് പാർട്ട്. അപ്പോൾ ഇവിടെ നോക്കാം, പൂന്തോട്ടത്തിലെ ജനിതക ശാസ്ത്രം. അതായത് ജനിതക ശാസ്ത്രത്തിൻ്റെ ഉദയത്തെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ത്രൂ പ്ലാന്റ്സ്. അപ്പോൾ ജീനുകൾ, പാരമ്പര്യം, വ്യതിയാനം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് ജനിതക ശാസ്ത്രം അല്ലെങ്കിൽ ജെനറ്റിക്സ് എന്ന് പറയുന്നത്. ജീനുകൾ, പാരമ്പര്യം, വ്യതിയാനം, ജീൻസ്, ഹെറിഡിറ്റി, വേരിയേഷൻസ് എന്നിവയെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് ജനിതക ശാസ്ത്രം. ഇനി നമുക്കറിയാം, ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. ഗ്രിഗർ ജൊഹാൻ മെൻഡലാണ് ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ്. ആരാണ്? ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. നോക്കിക്കേ, തോട്ടപ്പയർ ചെടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ശാസ്ത്രനാമം എന്താണ്? പൈസം സറ്റൈവം. പൈസം സറ്റൈവം എന്ന ശാസ്ത്രനാമമുള്ള തോട്ടപ്പയർ ചെടിയിൽ നടത്തിയ വർഗസങ്കരണ പരീക്ഷണങ്ങളിലൂടെ എത്തിച്ചേർന്ന നിഗമനങ്ങളാണ് ജനിതക ശാസ്ത്രം എന്ന ശാഖയ്ക്ക് അടിത്തറ പാകിയത്. അതിനാൽ അദ്ദേഹത്തെ ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവായി കണക്കാക്കുന്നു. അപ്പോൾ ഈ ഭാഗത്ത് 2-3 ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു. എന്താണ് ജനിതക ശാസ്ത്രം? എന്താണ് ജീനുകൾ, പാരമ്പര്യം, വ്യതിയാനം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് ജനിതക ശാസ്ത്രം അല്ലെങ്കിൽ ജെനറ്റിക്സ്. ഗ്രിഗർ ജൊഹാൻ മെൻഡലാണ് ജനിതക ശാസ്ത്രത്തിന്റെ പിതാവായി കണക്കാക്കുന്നത്. എന്തുകൊണ്ടാണ്? അദ്ദേഹം തോട്ടപ്പയർ ചെടിയുടെ ശാസ്ത്രനാമം എന്ത്? പൈസം സറ്റൈവം. അപ്പോൾ ഈ തോട്ടപ്പയർ ചെടിയിൽ നടത്തിയ വർഗസങ്കരണ പരീക്ഷണം, ആ പരീക്ഷണത്തിന്റെ പേരെന്ന് ഓർത്ത് വെച്ചേക്കുക, വർഗസങ്കരണ പരീക്ഷണം. ഓക്കെ, വർഗസങ്കരണ പരീക്ഷണത്തിലൂടെ എത്തിച്ചേർന്ന നിഗമനങ്ങളാണ് ജനിതക ശാസ്ത്രം എന്ന ശാസ്ത്രശാഖയ്ക്ക് അടിത്തറ പാകിയത്. അതുകൊണ്ട് തന്നെ ജനിതക ശാസ്ത്രത്തിന്റെ പിതാവായി കണക്കാക്കുന്നത് ഗ്രിഗർ ജൊഹാൻ മെൻഡലിനെയാണ്. ഈ ഒരു പാരഗ്രാഫിൽ എത്ര ചോദ്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം 1822 മുതൽ 1884 വരെ. ജൊഹാൻ മെൻഡൽ 1822 ജൂലൈ 20 ഇപ്പോൾ ചെക്ക് റിപ്പബ്ലിക് എന്നറിയപ്പെടുന്ന വടക്കൻ മൊറാവിയയിലെ ഒരു ചെറിയ ഗ്രാമമായിട്ടുള്ള ഹൈൻസസിലെ ആ ഒരു സ്ഥലത്താണ് ജനിച്ചത്. ബ്രൂണിലെ അഗസ്തീനിയൻ ആശ്രമത്തിൽ ചേർന്ന ശേഷം അദ്ദേഹം 1847 ഒരു പുരോഹിതനായി. 1851 53 ഇടയിൽ വിയന്ന സർവകലാശാലയിൽ ചേർന്ന ഭൗതികശാസ്ത്രം, ഗണിതം, പ്രകൃതിശാസ്ത്രം എന്നിവയിൽ പഠനങ്ങൾ നടത്തുകയും ശാസ്ത്രീയമായ ഡേറ്റ വിശകലനം ചെയ്യുകയും ചെയ്തു. സ്റ്റാറ്റിസ്റ്റിക്കൽ രീതികൾ മനസ്സിലാക്കുകയും ചെയ്തു. ഇവിടെ ഈ ഒരു പാരഗ്രാഫ് ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല, ഈ ബോക്സിലുള്ളതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾ പഠിക്കേണ്ടത് ജനിതക ശാസ്ത്രത്തിന്റെ പിതാവായി കണക്കാക്കുന്നത് ആരെയാണ്? ഗ്രിഗർ ജൊഹാൻ മെൻഡൽ ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. പിന്നെ അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്. ഈ ഭാഗം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. ആദ്യം തന്നെ തോട്ടപ്പയർ ചെടിയുടെ ശാസ്ത്രനാമം എന്താണ്? പൈസം സറ്റൈവം എന്നുള്ളതാണ്. പൈസം സറ്റൈവം. അപ്പോൾ അദ്ദേഹം 1856 മെൻഡൽ തന്റെ ആശ്രമത്തിലെ പൂന്തോട്ടത്തിൽ തോട്ടപ്പയർ ചെടികളിൽ പൂക്കളുടെ നിറം, വിത്തിന്റെ ആകൃതി തുടങ്ങി 7 പ്രത്യേക സ്വഭാവങ്ങളെ അധികരിച്ച് വർഗസങ്കരണ പരീക്ഷണങ്ങൾ ആരംഭിച്ചു. ഓക്കെ, 7 പ്രത്യേക ക്യാരക്ടേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? വർഗസങ്കരണ പരീക്ഷണങ്ങൾ ആരംഭിക്കുകയാണ്. പരീക്ഷണ ഫലങ്ങളുടെ വിശകലനത്തിലൂടെ ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കാൻ ഒരു ജോഡി ഘടകങ്ങൾ എന്നാണ് പറയുന്നത്. ഒരു ജോഡി ഘടകങ്ങൾ ഉണ്ടെന്ന് വിശദീകരിക്കുകയും അവയെ പ്രതീകങ്ങൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു ജോഡി ഘടകങ്ങൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ ഘടകങ്ങൾ എന്താണെന്നുള്ള പേര് അദ്ദേഹം കൊടുത്തിട്ടില്ല. ഒരു ജോഡി ഘടകങ്ങൾ ആണ് ഒരു പ്രത്യേക സ്വഭാവത്തെ നിയന്ത്രിക്കാനായിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ജീനുകൾ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്നത് ഈ ഘടകങ്ങളാണ്. മനസ്സിലായോ? ഈ ഘടകങ്ങൾക്ക് എന്താണെന്നുള്ള പേര് അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഈ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ഈ ഒരു ജോഡി ഘടകങ്ങളെ ജീനുകൾ എന്ന് വിളിച്ചത്.
ഗ്രിഗർ മെൻഡലിൻ്റെ നിഗമനങ്ങൾ പാരമ്പര്യ പ്രേഷണ നിയമങ്ങൾ അല്ലെങ്കിൽ ലോ ഓഫ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ ഇതൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കുക. ഗ്രിഗർ മെൻഡലിൻ്റെ നിഗമനങ്ങൾ പാരമ്പര്യ പ്രേഷണ നിയമങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പാരമ്പര്യ പ്രേഷണ നിയമങ്ങൾ കൊണ്ടുവന്നത് ആരാണ്? ഗ്രിഗർ ജൊഹാൻ മെൻഡൽ ആണ്. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മളോട് ചോദിക്കാം അല്ലേ. വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ഗ്രിഗർ ജൊഹാൻ മെൻഡൽ ആണ്. അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വർഗസങ്കരണ പരീക്ഷണങ്ങൾ ആരംഭിച്ചത്? എങ്ങനെയാണ്? 7 പ്രത്യേക സ്വഭാവങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം വർഗസങ്കരണ പരീക്ഷണങ്ങൾ ആരംഭിച്ചത്. എന്നിട്ട് അതിൻ്റെ റിസൾട്ടിൽ അദ്ദേഹം എത്തിച്ചേർന്നത് എന്താണ്? ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കാൻ ഒരു ജോഡി ഘടകങ്ങളാണ് ഉള്ളതെന്നും അവയെ പ്രതീകങ്ങൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. അതുപോലെ എന്താണ്? പാരമ്പര്യ പ്രേഷണ നിയമങ്ങൾ കൊണ്ടുവന്നത് ആരാണ്? ഗ്രിഗർ ജൊഹാൻ മെൻഡലാണ്. പാരമ്പര്യത്തെയും വ്യതിയാനത്തെയും മനസ്സിലാക്കുന്നതിനുള്ള പ്രാഥമിക ജനിതക രൂപരേഖയാണ് ഈ നിയമങ്ങൾ നൽകുന്നത്. പാരമ്പര്യത്തെയും വ്യതിയാനത്തെയും മനസ്സിലാക്കുന്നതിനുള്ള പ്രാഥമിക ജനിതക രൂപരേഖയാണ് ഈ നിയമങ്ങൾ നൽകുന്നത്. 1865 തൻ്റെ കണ്ടെത്തലുകൾ ബ്രൂണിലെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയിൽ അവതരിപ്പിച്ചു. അടുത്ത വർഷം സസ്യ സങ്കരണങ്ങളെക്കുറിച്ചുള്ള പരീക്ഷണങ്ങൾ എന്ന പേരിൽ പ്രബന്ധവും പ്രസിദ്ധീകരിച്ചു. എന്നാൽ അക്കാലത്തെ ശാസ്ത്ര സമൂഹം മെൻഡലിൻ്റെ കണ്ടെത്തലുകളെ അവഗണിച്ചു. 1884 ഗ്രിഗർ ജൊഹാൻ മെൻഡൽ അന്തരിച്ചു. 1990 അദ്ദേഹത്തിൻ്റെ മരണത്തിന് 16 വർഷങ്ങൾക്ക് ശേഷം സസ്യശാസ്ത്രജ്ഞരായിട്ടുള്ള ഹ്യൂഗോ ഡീവ്രീസ്, കാൾ കോറൻസ്, എറിക് വോൺ ഷെർമാക് എന്നിവർ മെൻഡലിൻ്റെ ഗവേഷണങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു. ഇതോടെയാണ് ജനിതക ശാസ്ത്രം എന്ന ശാസ്ത്രശാഖയുടെ നിർണായക അടിത്തറയായി മെൻഡലിൻ്റെ കണ്ടെത്തലുകൾ അംഗീകരിക്കപ്പെട്ടത്. വിവിധ ശാസ്ത്രകാരന്മാരുടെ അനവധി സംഭാവനകളിലൂടെ ഏറ്റവും വിപുലമായ ശാസ്ത്രശാഖയായി ജനിതകശാസ്ത്രം വളർന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ മറ്റു 3 ശാസ്ത്രജ്ഞരുടെ പേരുണ്ടല്ലോ, അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. കാരണം അത് ന്യൂ SCERTയിലേ ഉള്ളൂ. ഓൾഡ് SCERTയിൽ ആ ഒരു ഭാഗത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഓക്കെ. അപ്പോൾ ഗ്രിഗർ ജൊഹാൻ മെൻഡൽ പരീക്ഷണങ്ങളിലൂടെ കുറച്ച് നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു. ആ നിയമങ്ങളെയാണ് നമ്മൾ എന്ത് പേരിൽ വിളിച്ചത്? പാരമ്പര്യ പ്രേഷണ നിയമങ്ങൾ എന്ന് വിളിച്ചത്. പക്ഷേ ഈ നിയമങ്ങളൊന്നും അന്ന് അദ്ദേഹം മരണപ്പെടുകയും പിന്നീട് ആ ഒരു നിയമങ്ങളൊന്നും ആരും അങ്ങനെ വിലക്കെടുത്തിരുന്നില്ല. പിന്നീട് 1900 സസ്യശാസ്ത്രജ്ഞരായിട്ടുള്ള ഹ്യൂഗോ ഡീവ്രീസും കാൾ കോറൻസ്, ഈ പേരുകളാണ് പഠിക്കണം എന്ന് പറഞ്ഞത്. ഹ്യൂഗോ ഡീവ്രീസ്, കാൾ കോറൻസ്, എറിക് വോൺ ഷെർമാക് എന്നിവർ ഈ മെൻഡലിൻ്റെ ഗവേഷണങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയുകയും പിന്നീട് അതിനെ തുടർന്ന് മറ്റു കുറേ ഗവേഷകരുടെ പഠനങ്ങളും അതിൻ്റെ റിസൾട്ടുകളും ഒക്കെ വരികയും ശേഷമാണ് ഈ ജനിതകശാസ്ത്രം വളർന്ന് പന്തലിച്ചത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് മെൻഡലിൻ്റെ പരീക്ഷണങ്ങളെക്കുറിച്ചൊന്ന് നോക്കാം. മെൻഡൽ ആദ്യം എന്താ ചെയ്തത്? ഒരു ജോഡി വിപരീത ഗുണങ്ങളെ പരിഗണിച്ചാണ് വർഗസങ്കരണ പരീക്ഷണം നടത്തിയത്. ഇത് ഓൾഡ് SCERTയിൽ നമ്മൾ പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ മെൻഡൽ ആദ്യം ഒരു ജോഡി വിപരീത ഗുണങ്ങളുള്ള ചെടികളെ എടുത്തു. എന്നിട്ട് എന്താ ചെയ്തത്? വർഗസങ്കരണ പരീക്ഷണം നടത്തി. അതായത് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ഒരു ജോഡി വിപരീത ഗുണങ്ങളെ പരിഗണിച്ചാണ് വർഗസങ്കരണം നടത്തിയത്. അതിനെ മോണോ ഹൈബ്രിഡ്, ഒരു ജോഡിയാണ്, അപ്പം മോണോ ഹൈബ്രിഡ് ക്രോസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഒറ്റ സ്വഭാവത്തെ പരിഗണിച്ചാണ്, അതുകൊണ്ടാണ് കേട്ടോ അതിനെ മോണോ എന്ന് പറയുന്നത്. അതായത് ഉയരം എന്ന ഒറ്റ ഒരു സ്വഭാവത്തെ പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു വർഗസങ്കരണം പരീക്ഷണം നടത്തുന്നത്. അപ്പോൾ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്നതിന് അറിയപ്പെടുന്നു. നോക്കിക്കേ, ഒറ്റ സ്വഭാവം എന്ന് പറയുമ്പോൾ ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള വിപരീത ഗുണങ്ങൾ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതുമായിട്ടുള്ള വിപരീത ഗുണങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് അതാണ്. അപ്പോൾ ഒരു ഉയരം കൂടിയ ചെടിയെയും ഒരു ഉയരം കുറഞ്ഞ ചെടിയെയും തമ്മിൽ ക്രോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. എന്നിട്ടോ അദ്ദേഹത്തിന് ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ ചെടി അല്ലെങ്കിൽ പിന്നീടുണ്ടായ ചെടി എന്ന് പറയുന്നത് ഉയരം കൂടിയതാണ്. 1ാം തലമുറയിലുണ്ടായ ആ ഒരു ചെടി ഉയരം കൂടിയ ചെടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 2ാം തലമുറയിലേക്ക് വന്നപ്പോൾ അവിടെ എന്താണ്? ഉയരം കൂടിയ ചെടികളുടെ എണ്ണം കൂടുതലും ഉയരം കുറഞ്ഞ ചെടികളുടെ എണ്ണം കുറവുമായിരുന്നു. ഉയരം കൂടിയ ചെടികളുടെ എണ്ണം കൂടുതലും ഉയരം കുറഞ്ഞ ചെടികളുടെ എണ്ണം കുറവുമായിരുന്നു. കണ്ടോ? അപ്പോൾ 2ാം തലമുറയിലെ ചെടികളുടെ ആ ഒരു അനുപാതം എന്ന് പറയുന്നത്, ഗുണങ്ങൾ തമ്മിലുള്ള അനുപാതം, ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും ഇവ തമ്മിലുള്ള അനുപാതം ഏകദേശം 3:1 എന്ന റേഷ്യോയിലായിരുന്നു. 3:1 എന്ന റേഷ്യോയിൽ. ഇതൊക്കെ നിങ്ങൾ ഓൾഡ് SCERTയിൽ നമ്മൾ ഓൾറെഡി ക്ലാസ് ചെയ്തതാണ്. അപ്പോൾ അറിയാലോ, അതിൻ്റെ കാര്യങ്ങൾ അറിയാം. പിന്നെ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെയും പറയണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരാം. ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. അതായത്
മാതാപിതാക്കളിൽ നിന്ന് സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങൾക്ക് ലഭിക്കുന്നത് ലിംഗകോശങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ചില ഘടകങ്ങളിലൂടെയാണ് എന്ന് ഗ്രിഗർ മെൻഡൽ അനുമാനിച്ചു. ഈ ഘടകങ്ങൾ ന്യൂക്ലിയസിലെ ക്രോമസോമുകളിൽ കാണപ്പെടുന്ന ജീനുകളാണെന്ന് കണ്ടെത്തിയത് മെൻഡലിന്റെ കാലഘട്ടത്തിന് ശേഷമാണ്. അത് മെൻഡൽ പറഞ്ഞു വെച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. മാതാപിതാക്കളിൽ നിന്നും സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങൾക്ക് ലഭിക്കുന്നത് ലിംഗകോശങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ആ ഒരു ഘടകങ്ങളിലൂടെയാണെന്ന്. ആ ഒരു ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ന്യൂക്ലിയസിലെ ക്രോമസോമുകളിൽ കാണപ്പെടുന്ന ജീനുകളാണ്. ജീൻ എന്നൊന്നും അദ്ദേഹം പേര് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അദ്ദേഹത്തിന്റെ മരണത്തിനൊക്കെ ശേഷമാണ് ഈ ഘടകം ജീനാണെന്ന് ശാസ്ത്രലോകം തിരിച്ചറിയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീനിന് വ്യത്യസ്ത തരങ്ങളുണ്ടാകും. ഒരു ജീനിന്റെ വ്യത്യസ്ത തരങ്ങളെ അലീലുകൾ എന്നാണ് വിളിക്കുന്നത്. മനസ്സിലായോ? സാധാരണയായിട്ട് ഒരു ജീനിന് 2 അലീലുകളാണ് ഉള്ളത്. അതായത് ഉയരം എന്ന ഒരു സ്വഭാവം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു ഉയരം നിയന്ത്രിക്കുന്ന ആ ഒരു ജീനിന് 2 അലീലുകളാണ് ഉണ്ടായിരിക്കുന്നത്. ക്യാപിറ്റൽ ടി എന്നും സ്മോൾ ടി എന്നും നമുക്കതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാം. മനസ്സിലാകുന്നുണ്ടോ? അതായത് എക്സാമ്പിളാണ്, ഉയരത്തിൻ്റെ കേസാണ് നമ്മൾ പറയുന്നത്. വർഗസംകരണത്തിൽ ഉയരം എന്ന സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ജീനിൻ്റെ വ്യത്യസ്ത അലീലുകളാണ് ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും. അപ്പോൾ ക്യാപിറ്റൽ ടി എന്ന അലീൽ ഉയര കൂടുതലിനെയും സ്മോൾ ടി എന്ന അലീൽ ഉയരക്കുറവിനെയാണ് സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഒരു ജീനിലെ സ്വഭാവത്തിൻ്റെ പ്രകടരൂപത്തെ എന്താണ് ഫീനോടൈപ്പ് എന്നും ഇതിന് കാരണമായിട്ടുള്ള ജനിതക ഘടനയെ ജീനോടൈപ്പ് എന്നുമാണ് പറയുന്നത്. ഈ 2 ടേമും ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഒരു ജീവിയിലെ സ്വഭാവത്തിൻ്റെ പ്രകടരൂപത്തെ ഫീനോടൈപ്പ് എന്നും അതിന് കാരണമായിട്ടുള്ള ജനിതക ഘടനയെ ജീനോടൈപ്പ് എന്നുമാണ് പറയുന്നത്. ഫീനോടൈപ്പ് എന്താണ്? ജീനോടൈപ്പ് എന്താണ്? പ്രകടരൂപം, സ്വഭാവത്തിൻ്റെ പ്രകടരൂപത്തെയാണ് ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. അതുപോലെ അതിന് കാരണമായ ജനിതക ഘടന എന്താണോ അതിനെയാണ് ജീനോടൈപ്പ്. ജനിതകം ജീനോ, ഓക്കെ. പ്രകടരൂപം ഫീനോടൈപ്പ്. ഓക്കെ, ഇനി ഇവിടെ ഈ ഒരു സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളെ പ്രതീകങ്ങൾ ഉപയോഗിച്ച് സൂചിപ്പിച്ചുകൊണ്ട് വർഗസംകരണ പരീക്ഷണം ചിത്രീകരിച്ചിരിക്കുന്നുണ്ട്. അത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം തന്നെയാണ്. ഇവിടെ നമ്മൾ മാതൃസസ്യങ്ങൾ, ഉയരം കൂടിയ ഒരു മാതൃസസ്യവും ഉയരം കുറഞ്ഞ ഒരു മാതൃസസ്യവും എടുത്തിട്ടുണ്ട്. ഓക്കെ, ഉയരം കൂടിയത് ക്യാപിറ്റൽ ടി ടി എന്നും ഉയരം കുറഞ്ഞതിനെ സ്മോൾ ടി ടി എന്നുമാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? എന്നിട്ട് അത് എന്താണ്? സ്വപരാഗണത്തിന് വിധേയമാക്കുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രകടമാകുന്ന അലീൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്ററിൽ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഫ്യൂഷൻ്റെ റിസൾട്ടായിട്ട് കിട്ടിയത് ഒരു ഉയരം കൂടിയ ചെടിയാണ്. മനസ്സിലായോ? ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും. പ്രകട ഗുണം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്ററിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. അതാണ് ഈ ചെടി ഉയരം കൂടിയതായിട്ട് മാറിയത്. ഓക്കെ, അപ്പോൾ 1ാം തലമുറയെ സ്വപരാഗണത്തിന് വിധേയമാക്കുകയാണ് പിന്നീട് അങ്ങോട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നാം തലമുറ സസ്യം എന്ന് പറയുന്നത് ഏതാണ്? ഇതല്ലേ, ടി ടി അല്ലേ? ടി ടി ഒരു ഉയരം കൂടിയ ചെടിയാണ്. അതുപോലെ ഉയരം കൂടിയിട്ടുള്ള 2 ചെടികൾ എടുത്തു, എന്നിട്ട് അതിനെ ഫ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിലെ ഓരോ അലീലുകൾ തമ്മിൽ കോമ്പിനേഷൻ വരുമ്പോൾ ഇവിടെ ക്യാപിറ്റൽ ടി, ഇവിടെ സ്മോൾ ടി. അപ്പോൾ ഇവിടെ ഫ്യൂസ് ചെയ്യുന്ന ഏതൊക്കെയാണ്? ക്യാപിറ്റൽ ടിയും ഈ ക്യാപിറ്റൽ ടിയും തമ്മിൽ, ഈ 2 ക്യാപിറ്റൽ ടി തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു. ഇവിടെ ഉയരം കൂടിയ ചെടി ഉണ്ടാകുന്നു. ഇനി രണ്ടാമത് ഈ ഒരു ക്യാപിറ്റൽ ടിയും ഇവിടുത്തെ സ്മോൾ ടിയും തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് ഇവിടെ എന്താ ഉണ്ടായത്? ഉയരം കൂടിയ ചെടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി ഇവിടെയോ? ഇവിടെ നോക്കിക്കേ, ഒരു ക്യാപിറ്റൽ ടി, ഈ ഒരു ക്യാപിറ്റൽ ടിയും ഈ സ്മോൾ ടിയും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് ഇവിടെയും എന്താണ്? ഉയരം കൂടിയ ചെടിയാണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ? ഇനി ഇവിടെയാണെങ്കിലോ 2 സ്മോൾ ടി ആണ് എന്ന് പറഞ്ഞാൽ ഉയരം കുറഞ്ഞൊരു ചെടിയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫോം ചെയ്ത അല്ലെങ്കിൽ ഇവിടെ ഫൈനലി ഉണ്ടായിട്ടുള്ള ചെടികൾ അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? അതായത് 3:1, 3 ഉയരം കൂടിയ ചെടിയും ഒരു ഉയരം കുറഞ്ഞ ചെടിയുമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. 3:1 എന്ന കോമ്പിനേഷനാണ് ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിൽ നിന്നും മെൻഡൽ എത്തിച്ചേർന്ന നിഗമനങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അനുമാനങ്ങൾ എന്ന് പറയുന്നത്, ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നതിന് 2 ഘടകങ്ങളുണ്ട്. 2 ഘടകങ്ങൾ ചേർന്നാണ് ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ 2 അലീലുകൾ ചേർന്നാണ് നമുക്ക് പറയാനായിട്ട് പറ്റും. അതാണ് നമ്മൾ ഉയരം കൂടുന്നതിനെ ടി ടി എന്നും പിന്നെ സ്മോൾ ടിയും ക്യാപിറ്റൽ ടിയും തമ്മിലുള്ള കോമ്പിനേഷൻ ആണെങ്കിൽ ഇവിടെ ക്യാപിറ്റൽ ടി ആയിരിക്കും ഡോമിനേറ്റ് ചെയ്ത് കാണുന്നത്. 2 സ്മോൾ ടി ആണെങ്കിൽ ഇത് ഉയരക്കുറവിനെയാണ് കാണിക്കുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചു. ക്ലിയർ അല്ലേ? അതായത് ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് 2 ഘടകങ്ങൾ ചേർന്നാണെന്ന് ഒരു നിഗമനത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു. കൂടാതെ 1ാം തലമുറയിലെ സന്താനങ്ങളിൽ ഒരു ഗുണം പ്രകടമാവുകയും മറ്റൊരു ഗുണം ഒളിഞ്ഞിരിക്കുകയും ചെയ്യുമെന്ന് കണ്ടെത്തി.
ഇതല്ലേ ഒന്നാം തലമുറയിലെ സസ്യം. ഇവിടെ എന്താണ് ഫോം ചെയ്തത്? ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇവിടെ ഉയരം കൂടിയ ചെടിയാണ് ഉണ്ടായത്. ഉയരക്കുറവ് എന്ന അലിയിൽ അവിടെ ഉണ്ട്, പക്ഷെ അതെന്താണ്? അത് ഗുപ്ത ഗുണമാണ്, അത് മറഞ്ഞിരിക്കുകയാണ് അവിടെ അല്ലേ. അപ്പോൾ ഒന്നാം തലമുറയിലെ സന്താനങ്ങളിൽ ഒരു ഗുണം മാത്രമേ പ്രകടമാവുകയുള്ളൂ, മറ്റത് മറഞ്ഞിരിക്കുകയും ചെയ്യുന്നു എന്ന അനുമാനത്തിൽ അദ്ദേഹം മെൻഡൽ എത്തിച്ചേർന്നു. ഇനി ഒന്നാം തലമുറയിൽ മറഞ്ഞിരിക്കുന്ന ഗുണം, അതായത് ഇവിടെ സ്മോൾ ടി ഇവിടെ മറഞ്ഞിരിക്കുകയാണ്. ഈ ഒന്നാം തലമുറയിൽ മറഞ്ഞിരിക്കുന്ന ഗുണം രണ്ടാം തലമുറയിൽ പ്രകടമാകുന്നുണ്ട് എന്ന് അദ്ദേഹം കണ്ടെത്തി. കണ്ടോ, ഒന്നാം തലമുറയിൽ ഈ സ്മോൾ ടി ഉണ്ടായിരുന്നോ? ഉയരക്കുറവ് ഉണ്ടായിരുന്നോ? ഇല്ല. അത് രണ്ടാം തലമുറ എത്തിയപ്പോഴേക്കും എന്തായി? അത് പ്രകടമായി എന്നുള്ളതാണ്. പിന്നെ രണ്ടാം തലമുറയിലെ പ്രകടമായതും ഒളിഞ്ഞിരിക്കുന്നതുമായിട്ടുള്ള ഗുണങ്ങളുടെ അനുപാതം എന്ന് പറയുന്നത് 3:1 എന്ന റേഷ്യോ ആണ്. ഓക്കെ, 3:1 എന്ന അനുപാതത്തിലാണ് രണ്ടാം തലമുറയിലെ പ്രകടമായതും മറഞ്ഞിരിക്കുന്നതുമായിട്ടുള്ള ഗുണങ്ങളുടെ അനുപാതം. മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ? ഇപ്പം നമ്മൾ പറഞ്ഞത് ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് രണ്ട് ഘടകങ്ങൾ ചേർന്നാണ്. ഒരു ജോഡി വിപരീത ഗുണങ്ങളെ വർഗസംകരണത്തിന് വിധേയമാക്കുമ്പോൾ ഒന്നാം തലമുറയിലെ സന്താനങ്ങളിൽ വിപരീത ഗുണങ്ങളിൽ ഒന്ന് മാത്രം പ്രകടമാവുകയും അങ്ങനെ പ്രകടമാകുന്ന ഗുണത്തെ പ്രകട ഗുണം അല്ലെങ്കിൽ ഡോമിനന്റ് ട്രേറ്റ് എന്നും അവിടെ മറിഞ്ഞിരിക്കുന്ന ഗുണത്തെ ഗുപ്ത ഗുണം എന്നും നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഒന്നാം തലമുറയിൽ മറിഞ്ഞിരിക്കുന്ന ഗുണങ്ങൾ രണ്ടാം തലമുറയിൽ പ്രകടമാവുകയും ചെയ്യുന്നുണ്ട്. ലിംഗകോശങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ കൂടിക്കലരാതെ വേർപിരിയുന്നു. ലിംഗകോശങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ കൂടിക്കലരാതെ വേർപിരിയുന്നുണ്ടെന്നും അതുപോലെ രണ്ടാം തലമുറയിലെ സന്താനങ്ങളിൽ പ്രകടമാകുന്ന അല്ലെ പ്രകട ഗുണവും ഗുപ്ത ഗുണവും തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത് 3:1 ആണ്. ആ ഒരു നിഗമനത്തിലാണ് അദ്ദേഹം എത്തിച്ചേർന്നത്. ഇനി അടുത്ത ഘട്ടത്തിൽ ഒരു ചെടിയിലെ 2 ജോഡി വിപരീത ഗുണങ്ങളുടെ പ്രേഷണം അദ്ദേഹം നിരീക്ഷണ വിധേയമാക്കി. ഇത് ഡൈഹൈബ്രിഡ് ക്രോസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആദ്യത്തെ കേസിൽ ഉയരം എന്ന ഒറ്റ ഒരു സ്വഭാവത്തെയാണ് അദ്ദേഹം നിരീക്ഷണ വിധേയമാക്കിയത്. രണ്ടാമതൊരു പരീക്ഷണം അദ്ദേഹം ചെയ്യുമ്പോൾ 2 ജോഡി വിപരീത ഗുണങ്ങളുടെ പ്രേഷണം അല്ലെ 2 ജോഡി വിപരീത ഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന അറിയപ്പെടുന്ന ഒരു പരീക്ഷണമാണ് നടത്തിയത്. ഓക്കെ, അപ്പോൾ അവിടെ അദ്ദേഹം എടുത്തിട്ടുള്ള 2 ക്വാളിറ്റീസ് എന്ന് പറയുന്നത് ഒന്ന് സസ്യത്തിന്റെ ഉയരവും മറ്റൊന്ന് വിത്തിന്റെ ആകൃതിയും ആയിരുന്നേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതാ നോക്കിക്കോളൂ, വിത്തിന്റെ ആകൃതിയെ അദ്ദേഹം ക്യാപിറ്റൽ ആറും സ്മോൾ ആറും ഉപയോഗിച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്തത്. മനസ്സിലായോ? അതായത് ഉരുണ്ട വിത്താണെങ്കിൽ ക്യാപിറ്റൽ ആറും ചുളുങ്ങിയ വിത്താണെങ്കിൽ സ്മോൾ ആറും. പിന്നെ ഉയരത്തെയും. അപ്പോൾ 2 കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് അദ്ദേഹം ഈ പരീക്ഷണം നടത്തുന്നത്. ഓക്കെ അല്ലേ? ഇവിടെ 2 ഗുണങ്ങൾ ഉള്ള ചെടികളെ സെലക്ട് ചെയ്തിട്ട് ഫ്യൂസ് ചെയ്തിട്ട് ഒന്നാം തലമുറ സസ്യം ഉണ്ടായിരിക്കുന്നു. ഈ ഒന്നാം തലമുറ സസ്യത്തിനെ വീണ്ടും ക്രോസിങ്ങിന് വിധേയമാക്കിക്കൊണ്ട് ഒരു ടേബിൾ നമുക്ക് തന്നിരിക്കുകയാണ് ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ 2 സ്വഭാവങ്ങളുടെ വർഗ്ഗസംകരണത്തിന്റെ റിസൾട്ടായിട്ട് ഫോം ചെയ്യുന്ന ചെടികൾ അല്ലെങ്കിൽ ആ ഒരു സ്വഭാവ ഗുണത്തിന്റെ റേഷ്യോ എന്നത് 9:3:3:1 ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരാം. അപ്പോൾ ഈ പരീക്ഷണം ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഈ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മെൻഡൽ എത്തിച്ചേർന്ന അനുമാനമാണ് ഇവിടെ തന്നിരിക്കുന്നത്. 2 അതിലധികമോ വ്യത്യസ്ത സ്വഭാവങ്ങൾ കൂടിച്ചേരുമ്പോൾ അവയിൽ ഓരോ സ്വഭാവവും പരസ്പരം കൂടിക്കലരാതെ സ്വതന്ത്രമായി അടുത്ത തലമുറയിലേക്ക് വ്യാപരിക്കുന്നു. അതായത് ഒരു ജീവിയുടെ ഒരു ജോഡി അലീലുകൾ മറ്റൊരു ജോഡി അലീലുകളുടെ വേർപെടലിനെ സ്വാധീനിക്കുന്നില്ല എന്നൊരു പോയിന്റാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. 2 അതിലധികമോ വ്യത്യസ്ത സ്വഭാവങ്ങൾ കൂടിച്ചേരുമ്പോൾ അവയിൽ ഓരോ സ്വഭാവവും പരസ്പരം കൂടിക്കലരാതെ സ്വതന്ത്രമായി അടുത്ത തലമുറയിലേക്ക് തന്നെ പാസ് ചെയ്തു പോകുന്നുണ്ട് എന്ന പോയിന്റ് ഓർത്തു വെച്ചേക്കുക. ഇനി ഇവിടെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. മെൻഡലിന്റെ നിയമങ്ങൾ ജനിതകശാസ്ത്രത്തിന്റെ അടിത്തറയായിരുന്നു. എന്നാൽ ജീവികളിലെ സ്വഭാവ ഗുണങ്ങളുടെ വൈവിധ്യത്തെ പൂർണ്ണമായി വിശദീകരിക്കാൻ അതിന് കഴിഞ്ഞില്ല. അപ്പം മെൻഡലിന്റെ നിയമത്തിന്റെ ഒരു ഡ്രോബാക്ക് ആണ് ഈ പറയുന്നത്. എന്താണ്? മെൻഡലിന്റെ നിയമങ്ങൾ ജനിതകശാസ്ത്രത്തിന്റെ അടിത്തറയായിരുന്നു. എന്നാൽ ജീവികളിലെ സ്വഭാവ ഗുണങ്ങളുടെ വൈവിധ്യത്തെ പൂർണ്ണമായി വിശദീകരിക്കാനായിട്ട് ആ ഒരു നിയമത്തിന് സാധിച്ചില്ല. ജീനുകൾ, പരിസ്ഥിതി, മറ്റു ഘടകങ്ങൾ എന്നിവ തമ്മിലുള്ള സങ്കീർണമായ ഇടപെടലുകളെ കുറിച്ച് പിൽക്കാല പഠനങ്ങൾ മെൻഡലിന്റെ നിയമങ്ങളുടെ ചില പരിമിതികൾ വെളിവാക്കി. ഇത് നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് എന്ന ആശയത്തിന് തുടക്കമിട്ടു. അപ്പോൾ എന്താണ് നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ജീനുകള്, പരിസ്ഥിതി, മറ്റു ഘടകങ്ങൾ എന്നിവ തമ്മിലുള്ള സങ്കീർണമായ ഇടപെടലുകളെ കുറിച്ച് പിൻകാലത്ത് കുറേ പഠനങ്ങളൊക്കെ മെൻഡലിന്റെ നിയമങ്ങളുടെ പരിമിതികൾ വെളിവാക്കുകയും അതാണ് നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് എന്ന ആശയത്തിന് തുടക്കമിടുകയും ചെയ്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സസ്യങ്ങളെ
മൃഗങ്ങളെ വെച്ചിട്ടാണ് അദ്ദേഹം പരീക്ഷണങ്ങൾ ചെയ്തത്. പക്ഷേ അത് മറ്റു പല ജീവികളുടെയും സ്വഭാവ ഗുണങ്ങളുടെ വൈവിധ്യത്തെ പൂർണ്ണമായിട്ടും വിശദീകരിക്കുന്നതിൽ ആ നിയമത്തിന് പൂർണ്ണമായിട്ടും വിശദീകരിക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോരായ്മ. അവിടെയാണ് നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് എന്ന ആശയത്തിന് തുടക്കമിടുന്നത്. അപ്പോൾ നോക്കാം, നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ്. ഇനി നമുക്ക് നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസിന് എക്സാമ്പിൾസ് നോക്കാം. അതായത് ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിയേ, ഇവിടെ ഒരു ചുവന്ന 4 മണിപ്പൂവുണ്ട്, അതുപോലെ ഒരു വെള്ള 4 മണിപ്പൂവുണ്ട്. അപ്പോൾ മെൻഡലിൻ്റെ ആ ഒരു അനുമാനങ്ങളൊക്കെ അനുസരിച്ചാണെങ്കിൽ ഇത് തമ്മിൽ ഫ്യൂസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ നമുക്ക് റെഡ് പ്രകട ഗുണമായിട്ട് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് വൈറ്റ് പ്രകട ഗുണമായിട്ട് കിട്ടും അല്ലേ. പക്ഷേ ഇവിടെ റിസൾട്ട് ആയിട്ട് വന്നിട്ടുള്ളത് എന്താണ്? ഒരു പിങ്ക് പൂവുള്ള ചെടിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചുവന്ന പൂവുള്ള 4 മണി ചെടിയെ വെള്ള പൂവുള്ള 4 മണി ചെടിയുമായി വർഗ്ഗസങ്കരണം നടത്തിയാൽ പിങ്ക് പൂക്കളുള്ള ചെടികളാണ് ഇവിടെ ഉണ്ടായത്. മനസ്സിലായോ? അതായത് ഇവിടെ പ്രകട ഗുണത്തിൻ്റെ അലീലിന് ഗുപ്ത ഗുണത്തിൻ്റെ അലീലിനെ പൂർണ്ണമായിട്ടും മറയ്ക്കാനായിട്ട് സാധിച്ചിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇവിടെ ഈ വൈറ്റ് കളറും ഒരു പരിധി വരെ പ്രകടമായിട്ടുണ്ട്, റെഡും ഒരു പരിധി വരെ പ്രകടമായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇവിടെ പിങ്ക് ഉണ്ടായത് അല്ലേ. അപ്പോൾ പ്രകട ഗുണത്തിൻ്റെ അലീലിന് ഗുപ്ത ഗുണത്തിൻ്റെ അലീലിനെ പൂർണ്ണമായിട്ടും മറയ്ക്കാനായിട്ട് ഇവിടെ സാധിച്ചിട്ടില്ല. അതിനെയാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ. ഇവിടെ കുതിരകളിലും കന്നുകാലികളിലും ഒക്കെ കാണപ്പെടുന്ന റോൺ കോട്ട്. ഈ റോൺ കോട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഒരു പശു അതൊരു ബ്രൗൺ കളറാണെന്ന് ചോദിച്ചാൽ അല്ല, വൈറ്റ് കളറാണെന്ന് ചോദിച്ചാൽ അതും അല്ല അല്ലേ. അതായത് സ്പോട്സ് പോലെയാണ് നമ്മൾ കാണപ്പെടുന്നത്. ഇവിടെ ഈ 2 അലിയിലും പ്രകടമായിട്ടുണ്ട് കോ ഡോമിനൻസ്, രണ്ടും ഒരുപോലെ ഡോമിനൻ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ഒരു ബ്രൗൺ കളറിലുള്ള ആ ഒരു അലിയിലും ബ്രൗൺ കളറിനെ നിയന്ത്രിക്കുന്ന അലിയിലും അതുപോലെ ആ ഒരു വൈറ്റ് കളറിനെ നിയന്ത്രിക്കുന്ന അലിയിലും ഒരേ സമയം പ്രകടമായിരിക്കുകയാണ്. അതിനെയാണ് കോ ഡോമിനൻസ് എന്ന് പറയുന്നത്. 2 അലിയിലെയും ലക്ഷണങ്ങൾ ഒരേ സമയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നോക്കിക്കേ, മനുഷ്യരിലെ ABO രക്തഗ്രൂപ്പ്. നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോൾ ഉയരം എന്ന് പറയുന്ന ഒരു കേസ്, ആ ഒരു കേസിൽ കൂടുതലുമുണ്ട് ഉയരക്കുറവുമുണ്ട്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞാൽ എന്താണ്, മെൻഡലിൻ്റെ ആ ഒരു നിയമം അനുസരിച്ചിട്ട് ഒന്നുകിൽ 2 അലീലാണ് കാണേണ്ടത്. ഒരു ജീനിനെ നിയന്ത്രിക്കുന്ന ഉയരം എന്ന ആ ഒരു ജീനിനെ നിയന്ത്രിക്കുന്ന 2 അലീലുകൾ ഉണ്ടാവാൻ പാടുള്ളൂ. പക്ഷേ മനുഷ്യരിലെ രക്തഗ്രൂപ്പിൽ അങ്ങനെയാണ്. മനുഷ്യരിലെ രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്ന ജീനിന് മനുഷ്യഗണത്തിൽ 2ൽ കൂടുതൽ അലീലുണ്ട്. കണ്ടോ, IA, IB, I എന്നീ 3 അലീലുകൾ രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാം? മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറയാം. മൾട്ടിപ്പിൾ അലീലിസം. ഇനി അടുത്തത് നോക്കിയേ, ത്വക്കിൻ്റെ നിറവ്യത്യാസം. ഈ ഒരു ചിത്രത്തിൽ തന്നിരിക്കുന്നത് കണ്ടോ, നമുക്കറിയാം മെലാനിൻ എന്ന് പറയുന്ന ഒരു വർണ്ണ വസ്തു അല്ലേ, ഒരു പിഗ്മെൻറ്റിൻ്റെ ഏറ്റക്കുറച്ചിൽ കാരണമാണ് നമുക്ക് കോംപ്ലക്ഷൻ ഡിഫറെൻ്റ് ആവുന്നതെന്ന്. അപ്പോൾ വെളുപ്പും കറുപ്പും മാത്രമാണോ ഉള്ളത്? അല്ല. മെൻ്റലിൻ്റെ കൺസിഡറേഷൻ അനുസരിച്ച് എന്തേ ഉണ്ടാവാൻ പാടുള്ളൂ? വെളുപ്പും കറുപ്പും മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ കോംപ്ലക്ഷൻ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് അല്ലേ, സ്കിൻ ടോൺ വ്യത്യാസം ഒരുപാടുണ്ട്. അപ്പോൾ 2 വെളുപ്പും കറുപ്പും മാത്രമാണോ ഉള്ളത്? അല്ല. ഓക്കെ, അപ്പോൾ അതെന്താണ് പറയുന്നത്? ത്വക്കിൻ്റെ നിറത്തെ നിയന്ത്രിക്കുന്നത് 1ലധികം ജീനുകൾ ചേർന്നാണ്. ഇവയുടെ പ്രവർത്തന ഫലമായിട്ട് മെലാനിൻ്റെ ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ നിറവ്യത്യാസത്തിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ സ്കിന്നിൻ്റെ കളറിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത് ഒരുപാട് ജീനുകൾ ചേർന്നിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിന് എന്ത് പറയാം? പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? പോളിജീനിക് ഇൻഹെറിറ്റൻസ് പഠിച്ചു, മൾട്ടിപ്പിൾ അലീലിസം എന്താണെന്ന് പഠിച്ചു, കോ ഡോമിനൻസ് എന്താണെന്ന് പഠിച്ചു, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്താണെന്ന് പഠിച്ചു. ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരാം. നിറവ്യത്യാസത്തിന് പിന്നിൽ ത്വക്കിന് നിറം നൽകുന്ന പ്രധാന വർണ്ണകമാണ് മെലാനിൻ. മെലാനിൻ്റെ അളവും തരവും ചേർന്ന് ത്വക്കിൻ്റെ നിറം നിർണ്ണയിക്കുന്നു. ഒരു വ്യക്തിയുടെ പൂർവികർ ഏത് ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് നിന്നാണ് വന്നത് എന്നത് ത്വക്കിൻ്റെ നിറത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. ഭൂമിശാസ്ത്രപരമായ വ്യത്യസ്ത പ്രദേശങ്ങളിലെ സൂര്യപ്രകാശത്തിൻ്റെ തീവ്രത വ്യത്യസ്തമായതിനാൽ ഓരോ പ്രദേശത്തും ത്വക്കിൻ്റെ നിറത്തിന് അനുയോജ്യമായ ജനിതക മാറ്റങ്ങൾ സംഭവിച്ചു. സൂര്യപ്രകാശം, ഭക്ഷണം, വൈറ്റമിൻ D എന്നിവ പോലുള്ള പരിസ്ഥിതി ഘടകങ്ങളും ത്വക്കിന്റെ നിറത്തെ സ്വാധീനിക്കുന്നു. മനുഷ്യരാശി ജനിതകപരമായി വളരെ വൈവിധ്യമാർന്നതാണ്. ത്വക്കിന്റെ നിറം അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഇനി ഇവിടെ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? വ്യതിയാനങ്ങൾക്ക് കാരണമായിട്ടുള്ള ജനിതക പ്രക്രിയകൾ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഭാഗം കേട്ടോ. ലിംഗകോശങ്ങളുടെ രൂപപ്പെടലിന് കാരണമായിട്ടുള്ള കോശ വിഭജനമാണ് ഊനഭംഗം. നമ്മൾ ക്രമഭംഗവും ഊനഭംഗവും പഠിച്ചു അല്ലേ. അപ്പോൾ ശരീര വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ത്? ക്രമഭംഗം. അപ്പോൾ ലിംഗകോശങ്ങളുടെ രൂപപ്പെടലിന് കാരണമായിട്ടുള്ള കോശ വിഭജന രീതിയാണ് ഊനഭംഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ എന്ത് നടക്കുന്നുണ്ട്? ക്രോസിംഗ് ഓവർ നടക്കുന്നുണ്ട്. ഈ ക്രോസിംഗ് ഓവർ പ്രക്രിയയെക്കുറിച്ചൊരു ചിത്രീകരണം
വിശദീകരണം നമുക്കവിടെ തന്നിട്ടുണ്ട്. നോക്കിക്കേ, അതായത് സമരൂപ ക്രോമസോമുകൾ ഒരു ജീവിയുടെ മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന സമാനമായിട്ടുള്ള ക്രോമസോമുകളെയാണ് സമരൂപ ക്രോമസോമുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമരൂപ ക്രോമസോമുകൾ പരസ്പരം ജോഡി ചേരുകയാണ്, കണ്ടല്ലോ. എന്നിട്ടോ ക്രോമസോമുകൾ ജോഡി ചേരുന്ന ഭാഗത്തെ കയാസ്മ എന്ന് പറയുന്നു. ഈ ഒരു പോയിന്റൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ക്രോമസോമുകൾ ജോഡി ചേരുന്ന ഭാഗത്തെ ഡാഷ് എന്ന് പറയുന്നു, കയാസ്മ എന്നാണ് പറയുന്നത്. ഈ ഭാഗത്ത് വെച്ച് ക്രോമസോമുകൾ മുറിഞ്ഞു മാറുന്നു. മുറിഞ്ഞ ഭാഗങ്ങൾ പരസ്പരം കൈമാറുന്നു. ഇതൊക്കെ ഓൾറെഡി SCERT പഠിച്ചതാണ്, ഓൾഡ് SCERT. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഈ കൈമാറ്റത്തിലൂടെ അലീൽ പുനഃസംയോജനം നടക്കുന്നു. ഇത് സന്താനങ്ങളിൽ പുതിയ സ്വഭാവങ്ങൾ പ്രത്യക്ഷപ്പെടാൻ കാരണമാകുന്നു. അപ്പോൾ ക്രോസിംഗ് ഓവർ ആണ് സന്താനങ്ങളിൽ പുതിയ സ്വഭാവങ്ങൾ പ്രത്യക്ഷപ്പെടാനായിട്ടുള്ള കാരണം. അപ്പോൾ ആ ക്രോസിംഗ് ഓവറിൻ്റെ ഇമേജ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്താണ്? ആദ്യം സമരൂപ ക്രോമസോമുകളാണ്, പിന്നീട് അതെന്താ ചെയ്യുന്നത്? അത് ജോഡി ചേർന്നതിന് ശേഷം മുറിഞ്ഞു മാറുന്നു, ഇത് കൈമാറ്റം ചെയ്യപ്പെടുന്നു. അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അവിടെ എന്താണ്? സന്താനങ്ങളിൽ പുതിയ സ്വഭാവങ്ങൾ പ്രത്യക്ഷപ്പെടാനായിട്ട് കാരണമാകുന്നു. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് നമ്പർ 1, ക്രോസിംഗ് ഓവർ പുതിയ സ്വഭാവങ്ങൾ സന്താനങ്ങളിൽ പ്രത്യക്ഷപ്പെടാനായിട്ട് കാരണമാകുന്നു. ശരിയാണോ അല്ലയോ? ശരിയാണ്. ക്രോമസോമുകൾ ജോഡി ചേരുന്ന ഭാഗത്തെ കയാസ്മ എന്ന് പറയുന്നു. ശരിയാണ് അല്ലേ? എന്നിട്ടോ ഈ കയാസ്മയുടെ ഭാഗത്ത് എന്താണ്? ക്രൊമാറ്റിഡുകളാണ് മുറിഞ്ഞു മാറുന്നത്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? പരസ്പരം കൈമാറുന്നു അല്ലേ? അപ്പോൾ ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയല്ലോ. ക്രോസിംഗ് ഓവർ നടക്കുന്നത് എപ്പോഴാണ്? എപ്പോഴാണെന്ന് നമ്മൾ പറഞ്ഞു. ലിംഗകോശങ്ങളുടെ രൂപപ്പെടലിന് കാരണമായിട്ടുള്ള കോശവിഭജന രീതിയാണ് ഊനഭംഗം. അതിൻ്റെ ഊനഭംഗത്തിൻ്റെ ആദ്യഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്? ക്രോസിംഗ് ഓവർ നടക്കുന്നത്. ഊനഭംഗം 2 എന്തിന് ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ക്രമഭംഗത്തിന് തുല്യമാണ്. ഊനഭംഗം 2 എന്ന് പറയുന്നത് ക്രമഭംഗത്തിന് തുല്യമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ലിംഗകോശങ്ങളുടെ രൂപപ്പെടലിന് കാരണമായിട്ടുള്ള കോശവിഭജന രീതിയാണ് ഊനഭംഗം. ഊനഭംഗത്തിന്റെ ആദ്യഘട്ടത്തിൽ നടക്കുന്ന ക്രോസിംഗ് ഓവർ നടക്കുന്ന എപ്പോഴാണ്? ഊനഭംഗത്തിന്റെ ആദ്യഘട്ടത്തിലാണ്. ക്രോസിംഗ് ഓവർ പ്രക്രിയയാണ് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. ക്രോസിംഗ് ഓവർ പ്രക്രിയ എങ്ങനെയാണ്? അതുപോലെ തന്നെ വ്യതിയാനങ്ങൾ രൂപപ്പെടുന്നതിൽ ക്രോസിംഗ് ഓവറിന് പങ്കുണ്ട്. ശരിയാണോ അല്ലയോ? ശരിയാണ്. ഓക്കെ, വ്യതിയാനങ്ങൾ രൂപപ്പെടുക എന്ന് പറയുമ്പോൾ എന്താണ്? സന്താനങ്ങളിൽ പുതിയ സ്വഭാവങ്ങൾ പ്രത്യക്ഷപ്പെടുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. മാതാപിതാക്കളിൽ നിന്ന് വ്യത്യാസപ്പെട്ടുകൊണ്ട് സന്താനങ്ങളിൽ പുതിയ ക്യാരക്ടേഴ്സ് ഫോം ചെയ്യുന്നത്. ഇനി അടുത്തത് മ്യൂട്ടേഷനെ കുറിച്ച്. എന്താണ് മ്യൂട്ടേഷൻ? ഇമ്പോർട്ടൻ്റ് ആണ്. ജനിതക ഘടനയിൽ ആകസ്മികമായി ഉണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായ മാറ്റങ്ങളെയാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ജനിതക ഘടനയിൽ ആകസ്മികമായി ആക്സിഡൻ്റലായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ അത് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുവെങ്കിൽ അതിനെ നമുക്ക് മ്യൂട്ടേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് മ്യൂട്ടേഷൻ ഒരു എക്സാമ്പിൾ ആണ്. അപ്പോൾ അതൊന്ന് നോക്കി വെച്ചേക്കുക. DNA ഇരട്ടിക്കലിൽ ഉണ്ടാകുന്ന തകരാറ്, ചില പ്രത്യേക രാസവസ്തുക്കൾ, വികിരണങ്ങൾ. ഈ സെയിം ലൈൻ തന്നെയാണ് നമുക്ക് ഓൾഡ് SCERT കണ്ടത്. DNA ഇരട്ടിക്കലിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, അതുപോലെ തന്നെ ചില പ്രത്യേക രാസവസ്തുക്കൾ, വികിരണങ്ങൾ അല്ലെങ്കിൽ റേഡിയേഷൻ, ഇതൊക്കെ മ്യൂട്ടേഷന് കാരണമാവുകയും അത് അടുത്ത തലമുറയിലേക്ക് ട്രാൻസ്ഫർ ആവുകയും ചെയ്യും. അപ്പം മ്യൂട്ടേഷൻ ജീനുകളിൽ മാറ്റം ഉണ്ടാക്കുന്നു. മ്യൂട്ടേഷൻ എന്ത് ചെയ്യുന്നു? ജീനുകളിൽ മാറ്റം ഉണ്ടാക്കുന്നു. ഈ ജീനുകൾ തലമുറകളിലൂടെ കൈമാറി സ്വഭാവ വ്യതിയാനങ്ങളിലേക്ക് നയിക്കുന്നു. ജീവപരിണാമത്തിൽ മ്യൂട്ടേഷന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ മ്യൂട്ടേഷൻ എന്താ ചെയ്യുന്നത്? ജീനുകളിൽ മാറ്റം ഉണ്ടാക്കുന്നുണ്ട്, അത് അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നുണ്ട്, സ്വഭാവ വ്യതിയാനത്തിന് കാരണവും ആകുന്നുണ്ട്. മ്യൂട്ടേഷൻ മാത്രമാണോ സ്വഭാവ വ്യതിയാനത്തിന് കാരണമാകുന്നത്? അല്ല, ക്രോസിംഗ് ഓവറും എന്താണ്? ഈ ഒരു സ്വഭാവ വ്യതിയാനത്തിന് കാരണമാകുന്നുണ്ട്. ഇനി ജനിതക ശാസ്ത്രം, തൊഴിൽ സാധ്യതകൾ. നമ്മൾ ഈ ഇന്ദ്രിയങ്ങളുടെ ചാപ്റ്റർ പഠിച്ചപ്പോഴും അവിടെ ഒഫ്താൽമോളജിയുമായി ബന്ധപ്പെട്ടിട്ട് തൊഴിൽ സാധ്യതകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇപ്പോഴത്തെ ഒരു ടെക്സ്റ്റ് ബുക്കിലെ മാറ്റങ്ങൾ കണ്ടോ? കുട്ടികൾക്ക് ആ ഒരു ചെറുപ്രായത്തിൽ തന്നെ ഓരോ മേഖലയിലുള്ള തൊഴിൽ സാധ്യതകൾ എന്താണ് എന്നുള്ള ആ ഒരു കാര്യം കൂടി അവർക്ക് ഐഡിയ കിട്ടുന്നുണ്ട്. നമ്മളൊക്കെ പഠിക്കുമ്പോൾ എങ്ങനെയുണ്ടോ? ഇല്ല. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു കരിയർ മേഖലയിലേക്കുള്ള ഒരു തിരിച്ചറിവ് കൂടി കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് അല്ലേ ടെക്സ്റ്റ് ബുക്കിലൂടെ. നോക്കിയേ, ഇനി ജനിതകശാസ്ത്രം, തൊഴിൽ സാധ്യതകൾ, തന്മാത്രാ ജനിതകശാസ്ത്രം, ജനസംഖ്യാ ജനിതകശാസ്ത്രം, മെഡിക്കൽ ജനിതകശാസ്ത്രം, സൈറ്റോജെനറ്റിക്സ്, ബിഹേവിയറൽ ജനിതകശാസ്ത്രം, ജീനോമിക്സ് എന്നിങ്ങനെ വിവിധ ജനിതകശാസ്ത്ര ശാഖകളുണ്ട്. ജനിതകശാസ്ത്രത്തിനും ബയോടെക്നോളജി, മൈക്രോബയോളജി, ബയോ ഇൻഫോർമാറ്റിക്സ് തുടങ്ങിയ അനുബന്ധ മേഖലകളിലുമുള്ള ബിരുദ പ്രോഗ്രാമുകൾ വൈവിധ്യമാർന്ന തൊഴിൽ സാധ്യതകളിലേക്കുള്ള വാതിലുകൾ തുറക്കുന്നു. ബിരുദാനന്തര തലത്തിൽ ജനിതക കൗൺസിലിംഗ്, ജീനോമിക്സ്, മെഡിക്കൽ ജെനറ്റിക്സ്, ഫോറൻസിക് എന്നിവയിൽ പ്രത്യേക പഠനങ്ങൾ, ആരോഗ്യ സംരക്ഷണം, ഗവേഷണം, വിദ്യാഭ്യാസം എന്നിവയ്ക്ക് അവസരങ്ങൾ നൽകുന്നു.
PhD പോലുള്ള ഉന്നത ബിരുദങ്ങൾ ജനിതകശാസ്ത്രത്തിൽ അത്യാധുനിക ഗവേഷണം, ഫാർമസ്യൂട്ടിക്കൽസ്, കൃഷി തുടങ്ങിയ വ്യവസായ മേഖലകളിലെ തൊഴിലുകൾക്കായി വിദ്യാർത്ഥികളെ പ്രയോജനപ്പെടുത്തുന്നു. അനേകം പുതിയ കണ്ടെത്തലുകൾക്കും പഠന ഗവേഷണങ്ങൾക്കും അനന്തമായ അവസരങ്ങളുള്ള ജനിതകശാസ്ത്രത്തിന്റെ ലോകം അത്യധികം വിശാലമാണ്. ജീവന്റെ നിഗൂഢതകളെക്കുറിച്ച് ജിജ്ഞാസയുള്ളവർക്ക് കൂടുതൽ മേഖലകളിലേക്ക് പര്യവേഷണം ചെയ്യാൻ ഏറെ സാധ്യതകളുള്ള ശാസ്ത്രശാഖയാണ് ജനിതകശാസ്ത്രം. ഇതൊക്കെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. നമ്മളൊന്നും പഠിക്കുമ്പോൾ ഇങ്ങനെ ഇല്ലല്ലോ. കുട്ടികൾക്കൊരു ഐഡിയ ചെറുപ്പത്തിലേ ഉണ്ടാവട്ടെ. ഇനി ജീവന്റെ രഹസ്യങ്ങൾ അനാവരണം ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് ജനിതകശാസ്ത്രം. ജീനുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഒരു തലമുറയിൽ നിന്ന് അവ അടുത്ത തലമുറയിലേക്ക് എങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നിവയെക്കുറിച്ച് അറിവ് നൽകാൻ ജനിതകശാസ്ത്രത്തിന് ആയി. ഈ മേഖലയിലെ പുരോഗതികൾ ജനിതക സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്ക് വഴിവെച്ചു. ജീൻ എഡിറ്റിംഗുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ സംശയത്തിന്റെ ഉത്തരങ്ങളിലേക്ക് നയിക്കുന്ന പല പടവുകൾ നാം പിന്നിട്ടു. തുടർന്നുള്ള അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പൂർണ്ണമായ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, അതൊക്കെ നമുക്ക് ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിലെ കണ്ടന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഷെയർ ചെയ്ത് ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക കേട്ടോ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും വിട്ടുപോകണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി കാണുക. താങ്ക്